നഗരത്തിന്റെ നടുക്ക്, അതും ട്രിവാൻഡ്രം സിറ്റിയിൽ. നഗരത്തിന്റെ എല്ലാവിധ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രോജക്റ്റിൽ 3 ഫേസസ് ആണ് വരുന്നത്. അതുകൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ വേരിയസ് അമ്യൂണിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ആക്കുളത്താണ്. ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, ട്രിവാൻഡ്രം സിറ്റി, ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഫ്ലാറ്റിൽ നിന്നും ഈസി ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ കാണാം. ഒരു പ്രീമിയം സ്റ്റേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. സോ നമുക്ക് ഇനി ഫ്ലാറ്റിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു മിറർ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലക്ഷറി ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു വാം ലൈറ്റിങ്ങും ഇവിടുത്തെ ഫർണിച്ചേഴ്സും ആ ഒരു ലക്ഷറി ഫീലും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ലിവിങ് ഏരിയയിൽ ആദ്യം കയറി വരുന്നുള്ള ആ ഒരു വഴിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ വലിയൊരു മിററുണ്ട്. അതുപോലെ തന്നെ മിററിനോട് ചേർന്ന് ഒരു സൈഡ് ടേബിൾ ഉണ്ട്. ഈ സൈഡ് ടേബിളിനകത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ പുറത്ത് കാണുമ്പോൾ മെസ്സി ആകുന്നു എന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കൊരു 3 കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഏരിയയോട് ചേർന്നാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ മേജർ പാർട്ട്. അതായത് നമ്മൾ സോഫ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു സോഫയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സോഫയോട് ചേർന്ന് നമ്മളിവിടെ ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട്. ഈ സൈഡ് ടേബിളിൽ നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ സോഫ പ്ലേസ് ചെയ്ത് വെക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഒരു TV യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് ആണ്. നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസസും അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റിയിൽ 3 BHK 4 BHK ഫ്ലാറ്റ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2.54 CR to 3.93 CR ആണ്. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. 6 പേർക്ക് ഒരേ സമയം വരുന്ന ഡൈൻ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഡൈനിങ് ടേബിളാണ് വരുന്നത്. നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടേബിളും ചെയറും ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഷെൽഫ് വരുന്നുണ്ട്. ആ ഷെൽഫിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പ്ലേറ്റ്സോ കപ്പോ സോസേഴ്സോ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനോട് ചേർന്ന് നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്.
കിച്ചൺ ഏരിയയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഇത്രയും സ്റ്റോറേജ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബോഷിൻ്റെ ഒരു സ്റ്റവാണ് വരുന്നത്. അതിൻ്റെ കൂടെ ചിമ്മിനി വരുന്നുണ്ട്. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ബോട്ടത്തിലും ഈ ഒരു പോർഷനിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് അത്യാവശ്യം ഗ്ലാസ്, കപ്പൊക്കെ, നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെയാണ് കിച്ചൺ സിങ്ക് വരുന്നത്. നമുക്കിനി ഈ ഒരു കിച്ചൺ മാത്രമല്ല, ഇതിന്റെ പുറത്ത് നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. നമുക്കത് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ വർക്ക് ഏരിയ വരിക. ഇതാണ് നമ്മുടെ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കിച്ചൺ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ റൂം നമുക്കിപ്പോൾ സെർവൻറ്റ് റൂമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു റൂമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ റൂമിൽ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫ്ലാറ്റിൻ്റെ ലിവിങ് ഏരിയ, കിച്ചൺ ഇതെല്ലാം കണ്ടു അല്ലേ. നമുക്കിനിയിപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ റൂമുകൾ കാണാം. നമുക്ക് 3 റൂമാണ് വരുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ചെറിയ സ്പേസ് എന്ന് പറയുമ്പോൾ വളരെ കോസി ആയിട്ടുള്ള, വളരെ ടൈനി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമുക്കിപ്പോൾ ഇതൊരു വർക്ക് സ്പേസ് ആക്കണമെങ്കിൽ വർക്ക് സ്പേസ് ആക്കാം. പഠിക്കുന്ന കുട്ടികൾക്കൊരു സ്റ്റഡി ഏരിയ ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ലൈബ്രറി ആയിട്ട് ഇത് മൊത്തം നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു കൗച്ച് ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കൊരു ചെയർ കൂടി വരുന്നുണ്ട്. ആൻഡ് ഇത് നമുക്കൊരു നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്, ഒരു വൈറ്റ് തീമിൽ. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു വലിയൊരു ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്കൊരു വർക്ക് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടേബിളായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഷോക്കേസ് വരുന്നുണ്ട്. ദെൻ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വാർഡ്രോബും വരുന്നുണ്ട്. വലിയൊരു വാർഡ്രോബാണ് നമുക്ക് ഈ സൈഡിലേക്ക് വരുന്നത്. അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട്. ഈ ഒരു കർട്ടൻസ് മൊത്തമായിട്ട് നീക്കിയിട്ടാൽ നമുക്കൊരു നാച്ചുറൽ ലൈറ്റിങ് ഈ റൂമിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ആൻഡ് ഈ ഒരു മിറർ നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു വാളിൻ്റെ ഹാഫ് പോർഷനോളം ഈ ഒരു മിറർ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ലൈറ്റും ഉണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു മിറർ വരുന്നുണ്ട്. വലിയൊരു മിററാണ് വരുന്നത്. നമ്മുടെ ഫുൾ സൈസ് നമുക്ക് ഇതിലേക്ക് കാണാനായിട്ട് പറ്റും. ഫുൾ സൈസ് മിററാണ് വരുന്നത്. ദെൻ ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ നമുക്ക് വാർഡ്രോബാണ് വരുന്നത്.
അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട റൂമിലെ പോലത്തെ തന്നെയാണ് വാർഡ്രോബ് വന്നിരിക്കുന്നത്. ദെൻ ഇതിനോട് ചേർന്ന് നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. ഡ്രസ്സിങ് ടേബിളിൽ നമുക്ക് വലിയൊരു മിറർ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു സ്പേസ് ആണ് വരുന്നത്. ദെൻ നമുക്കിവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു കൗച്ച് പോലെ അല്ലെങ്കിൽ ഒരു സോഫ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ബെഡിനോട് ചേർന്ന് നമുക്ക് 2 സൈഡിലും 2 ടേബിൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വലിയൊരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ നമുക്ക് വാഷിംഗ് യൂണിറ്റിൻ്റെ അവിടെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു കണ്ണാടി, അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏകദേശം ഒരു വലിയൊരു മിററാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്, ഈ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു മിറർ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ മുമ്പിലോട്ട് വരുമ്പോൾ ഇത്രയും ഭാഗം വലിയൊരു വാർഡ്രോബ്, നമ്മൾ നേരത്തെ മറ്റു റൂമുകളിൽ കണ്ട പോലെ വാർഡ്രോബ് തന്നെ ഇവിടെ വരുന്നുണ്ട്. വലിയൊരു ബെഡ് വരുന്നുണ്ട്. ബെഡിനോട് ചേർന്ന് ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട്. ആൻഡ് സൈഡ് ടേബിളിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു TV യൂണിറ്റ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ താഴെയായിട്ടും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത്. ഈ ഒരു ബാത്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ബാത്റൂം പോലെ വളരെ വലിയൊരു ബാത്റൂമാണ്. ആൻഡ് ഇവിടെ ബാത്തിങ് ഏരിയ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത്. വാഷിംഗ് ഏരിയയുടെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മിറർ ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടനെ കോൺടാക്ട് ചെയ്യുക.